അസ്സലാമു അലൈക്കും. എസ്.ആർ ഖലീജി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ജോർദാൻ ഫുഡുമായിട്ടാണ്. ആ ജോർദാൻ ഫുഡിന് എന്താണ് ആവശ്യമുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ. യാ അല്ലാ, ബാ. അതിന് ഞാൻ ഇവിടെ ഒരു വലിയ പീസ് ഒരു 3 കിലോ ഇറച്ചി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതാണ്ട വലിയ പീസായിട്ട് കട്ട് ചെയ്തതാണ്. അതിപ്പോൾ നമുക്ക് ഇറച്ചി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച വെള്ളത്തിലോട്ട് ഇട്ടിട്ട് ആ കച്ചറെല്ലാം കോരി കളഞ്ഞിട്ട് വേണം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഇറച്ചി ആ തിളച്ച വെള്ളത്തിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിന് ഞാൻ ഒരു ചെമ്പിലോട്ട് വെള്ളം ഞാൻ അടുപ്പി വെച്ചിട്ടുണ്ട്. ഒരു ചെമ്പിലോട്ട് വെള്ളം വെച്ച് പെട്ടെന്നാവാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇറച്ചി വെട്ടുമ്പം തന്നെ ഞാൻ വെള്ളം അടുപ്പിലോട്ടങ്ങ് വയ്ക്കും. അപ്പോൾ നോക്കൂ, വെള്ളം ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഈ പീസ് ഇറച്ചി ഞാനിവിടെ 3 കിലോ വലിയ പീസാക്കിയാണ് ഇതാണ്ട ഇതേമാതിരി കാലും അങ്ങനെയുള്ള പീസാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. ഇത് മട്ടനാണ്. ഇത് നമുക്ക് ഇതിനകത്തോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് ഇതിൻ്റെ വേസ്റ്റെല്ലാം വന്ന് ഇത് കോരിയതിന് ശേഷം ഇതിനകത്തോട്ട് നമുക്ക് പൈസീസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കാണിച്ചു തരാം. അപ്പോഴേ ഇപ്പം നമുക്ക് ഇറച്ചി മാത്രം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അത് ഒന്ന് തിളച്ച് അതിൻ്റെ വേസ്റ്റ് കോരിയതിന് ശേഷം ബാക്കിയുള്ള നമുക്ക് ചേർക്കാം. നമ്മളെ ഇറച്ചി ഇവിടെ കച്ചറയെല്ലാം ഞാൻ കോരി കളഞ്ഞിട്ടുണ്ട്. നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ആ ഇറച്ചി നമുക്ക് ഇതിൽ വേവിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ആദ്യം നമ്മളിതൊന്ന് തിളച്ച് കച്ചറ കോരിയതിന് ശേഷം ഇത് നോക്കൂ, ഇതേപോലെ 5-6 സവാള ഞാൻ വലിയ പീസായിട്ട് രണ്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു പീസ് ഇഞ്ചി ഞാൻ ഇതേപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-15 വെളുത്തുള്ളി തൊലിച്ചതാണ് ഇതേമാതിരിയുള്ള ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് മൊത്തം മുഴുവനായിട്ട് ഇതേമാതിരി നമുക്ക് ആ ഇറച്ചിയിലോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നോക്കൂ, ആ കച്ചറ കോരിയിട്ട് വേണം നിങ്ങൾ ഇട്ട് കൊടുക്കാൻ. പിന്നെ നമുക്ക് അതിനാവശ്യമാണ് പൈസീസ് പട്ട, ബൈ ലീവ്സ്, ഏലക്ക, ഗ്രാമ്പു, കുരുമുളക് പൊടിയല്ല കുരുമുളക് എല്ലാം കൂടി ഇത്ര പൈസീസ് ഞാൻ ഡ്രൈ പൈസീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ടൊന്ന് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത് അടുത്ത ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് ഇറച്ചി നല്ല വേവിച്ചെടുക്കണം. ഉപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ 3 സ്പൂൺ ഉപ്പ് അതിന് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനാണ് ഉപ്പ്, അതൊക്കെ നിങ്ങളെ ചോയ്സാണ് ഉപ്പെല്ലാം ഇടുന്നത്. ഞാൻ ഇതെല്ലാം കൂടി ഇട്ട് ഈ മസാല ഡ്രൈ മസാല എല്ലാം ഇട്ടിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് വേവിക്കാൻ മൂടി വയ്ക്കാം. ഇത് വെന്തതിന് ശേഷം പിന്നെ നമുക്ക് തൈരും കാച്ചണം, ചോറും ഉണ്ടാക്കണം. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇറച്ചി ഇവിടെ കിടന്നൊന്ന് വെന്തോട്ടെ, നമുക്ക് മൂടി വെച്ച് ഒന്ന് വേവിക്കാൻ വയ്ക്കാം. നമ്മൾ മൻസപ്പ് ഉണ്ടാക്കാൻ മട്ടൻ നമുക്ക് വേവാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിനുള്ള ചോറ് നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് ചോറുണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 2 കപ്പ് ഈജിപ്ഷ്യൻ റൈസാണ് എടുത്തിട്ടുള്ള. ഈജിപ്ഷ്യൻ റൈസ് മെസറി റൈസ് എന്ന് പറയും, ഈജിപ്ഷ്യൻ റൈസ്. അത് ഞാൻ 2 കപ്പ് എടുത്ത് കഴുകി എടുത്തതാണ്. ഒരു 10 മിനിറ്റ് വെള്ളത്തിയിട്ട് വെച്ചിരുന്നാൽ മതി. കൂടുതൽ ഇത് വെള്ളത്തിയിട്ട് വെക്കേണ്ട കാര്യമില്ല. പിന്നെ ഇതിന് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട, ജസ്റ്റ് നമുക്ക് ഉണ്ടാക്കി കഴിയും. ഞാൻ ഇതുപോലെ ഒരു ചെമ്പ് അടുപ്പി വെച്ചിട്ടുണ്ട്. ഇതിന് കുറച്ച് ആവശ്യമായ സാധനം എന്ന് പറഞ്ഞാൽ കുറച്ച് നെയ്യാണ്. ഞാൻ QBB നെയ്യാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. QBBയുടെ നെയ്യാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഈ ചെമ്പിനകത്തോട്ട് ഞാൻ കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇതൊന്ന് ചൂടാകുമ്പോൾ അതിലോട്ട് റൈസ് ഇട്ട് കൊടുക്കാം. നെയ്യ് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് ഞാൻ റൈസ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആവുന്ന ഒരു ചോറാണിത്. ഈജിപ്ഷ്യൻ റൈസ് ഞാൻ ഒരുപാട് വലിച്ചെണ്ണീട്ടിക്കൊണ്ട് പോകുന്നില്ല. വലിച്ചെട്ടിക്കൊണ്ട് ഇതിൽ കുറച്ച് ലോങ് വീഡിയോ ആയിട്ടുള്ളത് കൊണ്ട് അങ്ങനെ കൊണ്ടുപോകണ്ട. ഇതൊന്ന് നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം, ഒന്ന് വറുത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് ഇതിന് കുറച്ച് കൂടുതൽ സാധനങ്ങളൊന്നും വേണ്ട. വെറും ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ മട്ടൻ്റെ കുറച്ച് വെള്ളവും കൂടെ മാത്രം ഇതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടല്ലോ. ഇനി അതിനകത്തോട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കൂടുതൽ മഞ്ഞൾപ്പൊടി വേണ്ട,
ഒരു ലൈറ്റ് കളർ മതി, തോന കളർ വേണ്ട, ചെറിയ ഒരു കളർ മതി. അതിനകത്ത് മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ നമുക്ക് മട്ടൻ്റെ വാട്ടറാണ് വെള്ളമാണ് ഇതിനകത്ത് ഒഴിക്കുന്നത്. അപ്പോൾ മട്ടൻ്റെ വെള്ളത്തിൽ ഉപ്പുള്ളതാണ്. അപ്പോൾ ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് ഇതിനകത്തോട്ട് ഇടാവൂ, അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോവും. നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ചോറ് കൂടെ നല്ല റൈസൊക്കെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. എന്നാൽ നോക്കൂ, അതിനകത്തോട്ട് നമുക്ക് മട്ടൻ്റെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ആ മട്ടൻ്റെ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നോക്കൂ, മട്ടൻ്റെ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നു. നോക്കൂ, ഞാൻ 2 പരിയാണ് എടുത്തത്. 3 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. കണ്ട, ആദ്യം ജസ്റ്റ് ഒന്ന് അരി ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിക്കാവൂ. ഉപ്പും ഇട്ട് നമുക്കിനി ഇത് മൂടി വെച്ച് വേവിക്കാൻ വയ്ക്കാം. ചോറ് ഇവിടെ ഒരുവിധം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ചോറിനി സ്റ്റീമിലോട്ട് 10 മിനിറ്റ് ഇട്ട് കൊടുക്കാം. നോക്കിക്കാണെ, സ്റ്റീമിലിട്ട റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് സ്റ്റീമൊന്ന് ഓഫാക്കിയിടാം. ഞാൻ ഇതേമാതിരി അൽ ജമീദ് എന്നാണ് ഈ ലിക്വിഡിൻ്റെ പേര്. ഇത് ലെബനാണ്, ജോർദാൻ്റെ ലെബനാണ് ഇത്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കണ്ടല്ലോ, ഞാൻ ഇതേമാതിരി ഒരു പാക്കറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങാൻ കിട്ടും. ഇത് ജോർദാൻ്റെ അൽ ജമീദ് ലെബനാണ്. ഇതണ്ട, ലിക്വിഡ് അൽ ജമീദ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതെല്ലാ ചീസ് കൗണ്ടറിലും വാങ്ങാൻ കിട്ടും. ഞാൻ അങ്ങനെ വാങ്ങിയതാണ്. അത് നമുക്ക് എങ്ങനെയാണ് മിക്സ് ചെയ്യണമെന്ന് ഒന്ന് നോക്കാം. ഈ ഒരു പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ 2 പാക്കറ്റ് ഇതേമാതിരി റെഡി ആയിട്ടുള്ളതാണ് ഇത്. എന്നിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ 2 കപ്പ് തൈരും കൂടി എടുത്തിട്ടുണ്ട്. കട്ട തൈരും കൂടി ഞാൻ 2 കപ്പ് തൈരും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതിനാവശ്യമായ സാധനം എന്ന് പറഞ്ഞാൽ 1 ടീസ്പൂൺ കോൺഫ്ലവറും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 1 ടീസ്പൂൺ നെയ്യാണ് എടുത്തിട്ടുള്ളത്. ഇത്ര സാധനം ഇതിന് വേണ്ടി. പിന്നെ നമുക്കൊരല്പം മട്ടൻ്റെ വാട്ടർ, ഇത് വെള്ളം കുറവാണെങ്കിൽ ഇത് നമുക്ക് വീട്ടിൽ കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് മിക്സാക്കാമല്ലോ. അല്ല, തൈരും ഇതും കൂടി നമുക്കിതിനകത്തോട്ടൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. കണ്ട, ഞാനിത് പൊട്ടിച്ച് ഇതിനകത്തോട്ട് ഒഴിക്കുന്നു. തൈര് ഞാൻ ഇതിലോട്ട് പൊട്ടിച്ചൊഴിച്ച് ഇനി അത് കോൺഫ്ലവറും കൂടെ ഇതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലവറും ആഡ് ചെയ്ത് കൊടുത്ത് ഇനി കുറച്ച് ഒരല്പം മട്ടൻ്റെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കും. തൈര് ഞാനിവിടെ ആവശ്യത്തിന് മട്ടൻ്റെ വെള്ളം ഒഴിച്ച് ഇതേ ലൂസിൽ നോക്കിക്കാണി. ഇതൊന്നും നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ 1 ടീസ്പൂൺ നെയ്യും കൂടെ ഇതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ ഒരു പൈസീസും വേണ്ട, യാതൊന്നും വേണ്ട. ഈ ഇത്രയും സാധനങ്ങളെ വേണ്ടി ഇതേപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കണം. ഞാൻ ഫയറൊന്ന് ഓണാക്കി കൊടുക്കുകയാണ്. ഫയറൊന്ന് ഓണാക്കി നമുക്കിതൊന്ന് കാച്ചിയെടുക്കാം. ഇതൊന്ന് നമുക്ക് തിളപ്പിച്ചെടുത്തുകൊണ്ട് വരാം. തൈര് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഈ 1 ടീസ്പൂൺ ഗീ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നോക്കൂ, ഞാൻ അതിലോട്ട് ഗീ ഇതിലോട്ടൊന്ന് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കും. ഇനി ഇതിനകത്തോട്ട് നമുക്ക് മട്ടൻ വെന്ത് വന്നിട്ടുണ്ട്. മട്ടൻ ഇതിനകത്തോട്ടാണ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടിയുള്ളത്. ഇത് ഇനി തീ ഒന്ന് ഞാൻ ഓഫാക്കാൻ പോവുകയാണ്. അടുത്തത് നമുക്ക് മട്ടൻ ഒന്ന് ഓവനിലോട്ട് വെച്ച് കൊടുക്കാം. വരൂ, മട്ടൻ ഇവിടെ തയ്യാറായി. ഞാൻ ഇതേമാതിരി ഒരു സ്റ്റീനറിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. അത് വെള്ളം മാറ്റിയിട്ടാണ് നമ്മൾ ചോറ്റിനും തൈരിനും ഒക്കെ ഒഴിച്ചത്. ഇനി ഈ മട്ടൻ എടുത്ത് ഒരു 10 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓവനിലോട്ട് വെച്ച് കൊടുക്കാം. ഓവർ കളറൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഒരു 10 മിനിറ്റ് മാത്രം, വേറെ ഒന്നും ചെയ്യണ്ട. ഇതേമാതിരി എടുത്തിട്ട് ഒന്ന് ഓവനിലോട്ട് ഒന്ന് നമുക്ക് വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് വേണ്ട, ഒരു 5 മിനിറ്റ് മതി. ജസ്റ്റ് ഒന്നൊരു കളറും വേണ്ട, പറഞ്ഞാൽ ഒരു എന്താ പറയേണ്ടിയുള്ള ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം ഒരു 10 മിനിറ്റ് നമുക്ക് അതിനകത്തോട്ട്
വെച്ച് കൊടുക്കാം. കണ്ടല്ലോ, ഈ മട്ടൻ ഇതേമാതിരി ഒന്ന് ജസ്റ്റ് ഒന്ന് ഓവനിലോട്ടൊന്ന് 10 മിനിറ്റ് വെച്ച് കൊടുക്കാം. ഞാൻ 200 ഡിഗ്രി ചൂട്ടിലും ഒരു 10 മിനിറ്റാണ് ടൈമർ വെച്ചേക്കുന്നത്. മീറ്റ് നമുക്കത് ഓവനിൽ വെച്ചിട്ടുണ്ടല്ലോ, കാണാമല്ലോ നമുക്ക്. ഒരു 10 മിനിറ്റ് നമുക്ക് അതിന് മുമ്പ് നോക്കാം. ജസ്റ്റ് ഒരു ചെറുതായിട്ടൊരു കളർ, ലൈറ്റ് കളർ മതി. അപ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചെടുക്കാം. മുത്തുമണികളെ, അവിടെ മീറ്റ് ഇതേ കളറിലെ നിങ്ങളാക്കാവൂ. കളറ് റെഡി ആയിട്ടുണ്ട്. നോക്കൂ. ഇനി നമുക്കിതൊന്ന് ഈ തൈരിലോട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഈ മട്ടൻ എടുത്ത് നമുക്ക് ഈ തൈരിലോട്ടാണ് ഇനി ഇട്ട് കൊടുക്കേണ്ടിയുള്ളത്. നോക്കൂ, ഇതിലോട്ട് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാണ് മൻസഫ്. ഇങ്ങനെയാണ് മൻസഫ് ഉണ്ടാക്കുന്നത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിലോട്ട് എല്ലാം നമുക്ക് ഇറച്ചി അതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി, കൂടുതലൊന്നും ചൂടാവണ്ട. ഞാനത് കാച്ചാൻ ഇട്ട സ്പൂണാണ്, നോൺ സ്റ്റിക്ക് പാനായതുകൊണ്ട് മറ്റതൊന്നും നടക്കൂല. കണ്ടല്ലോ, നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതാണ് മക്കളെ മൻസഫ്. നമുക്കിനി ഇതൊന്ന് ചൂടായതിന് ശേഷം ഒന്ന് സെർവ് ചെയ്യാം. ഇവിടെ മൻസഫ് തയ്യാറായിട്ടുണ്ട്. സ്റ്റീമിലിട്ട റൈസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ആവി പറക്കുന്നുണ്ട്, നോക്കിക്കാണി, ആവി പറക്കുന്നുണ്ട്. സ്റ്റീമിലിട്ട റൈസാണ്. റൈസും തൈരും എല്ലാം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. മൻസഫ് ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് സെർവ് ചെയ്താലോ? വേഗം വരും. നമുക്ക് ഇതിലോട്ട് നമുക്കൊന്ന് സെർവ് ചെയ്ത് കൊടുക്കാം. റൈസും ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ജസ്റ്റ് നല്ലതുപോലെ ഇതേപോലെ ആ കളറൊക്കെ ഒന്ന് നോക്കിക്കാണെങ്കിൽ ജസ്റ്റ് ലൈറ്റ് കളർ, കൂടുതൽ മഞ്ഞപ്പൊടിയൊന്നും വാരിയിട്ടളയല്ലേ കേട്ടോ, ഒരു ലൈറ്റ് കളറ് ആവാവും. കണ്ട, ഞാൻ ഇതേമാതിരി ഒരു കാസറോൾ എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഏത് കുബൂസായാലും പ്രശ്നമില്ല. ഞാനിത് ഷാർക്ക് ബ്രെഡാണ് എടുത്തേക്കുന്നത്. 2 ഷാർക്ക് ബ്രെഡ് ഇതിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ടാണ് ഞാൻ ചോറ് കോരി ഇട്ട് കൊടുക്കാൻ പോകുന്നത്. നോക്കിക്കോളൂ, ഇതിലോട്ടാണ് ഞാൻ ഇങ്ങനെയാണ് ഞാൻ ചോറ് കോരിയിടുന്നത്. തൈര് ഞാൻ അതിൻ്റെ അടിയിൽ ഒഴിച്ചില്ല, ഒഴിച്ചാൽ ചോറില്ലാതായിപ്പോൾ. അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് കൊടുക്കുകയാണ്. നോക്കൂ, ഈ ചോറെല്ലാം ഇതിനകത്തോട്ട് നമുക്ക് കോരിയിടാം. ചോറ് ഞാൻ ഇതിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത്രയും കോരിയിട്ടിട്ടുണ്ട്. അടുത്തത് നമുക്ക് തൈരും മട്ടനും കൂടെ